ശ്രദ്ധിക്കുക, ഈ തിയറം 1.7 പറയുന്നത് എന്താണ്? ദ യൂണിയൻ ഓഫ് ടു സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ് ഈസ് എ സബ് ഗ്രൂപ്പ് if and only if one is contained in the other. അപ്പോൾ if and only if സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്ന രീതി നമുക്കറിയാം. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് എന്ത് അസ്യൂം ചെയ്യുക? ദ യൂണിയൻ ഓഫ് ടു സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ് ഈസ് എ സബ് ഗ്രൂപ്പ് എന്ന് അസ്യൂം ചെയ്തിട്ട് വൺ സബ് ഗ്രൂപ്പ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ അതർ സബ് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത് എന്ത് അസ്യൂം ചെയ്യണം? വൺ സബ് ഗ്രൂപ്പ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ അതർ സബ് ഗ്രൂപ്പ് എന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? ദ യൂണിയൻ ഓഫ് ടു സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ് ഈസ് എ സബ് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ജി എന്ന് ഒരു ഗ്രൂപ്പ് എടുത്തു. എച്ചും കെയും രണ്ട് സബ് ഗ്രൂപ്പ്സ് ആണെന്ന് എടുത്തു. ജി ഞാൻ ഫസ്റ്റ് അസ്യൂം ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് അസ്യൂം ഇത് അസ്യൂം ചെയ്യേണ്ടേ? ദ യൂണിയൻ ഓഫ് ടു സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ് ഈസ് എ സബ് ഗ്രൂപ്പ് എന്നല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? അസ്യൂം H union K is a subgroup of G. Assume G. First assume H union K is a subgroup of G. എന്ത് പ്രൂവ് ചെയ്യണം? വൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ അതർ എന്ന് പ്രൂവ് ചെയ്യണം. ഒന്നുകിൽ ഹെച്ചിനകത്ത് കെ കാണണം, അല്ലെങ്കിൽ കെയ്ക്കകത്ത് എച്ച് കാണണം. അപ്പോൾ ഇതാണ് എച്ച്, ഇതാണ് കെ. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? വൺ സബ് ഗ്രൂപ്പ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ അതർ എന്നല്ലേ? അതായത് ഒന്നുകിൽ എച്ച് കണ്ടെയ്ൻഡ് ഇൻ കെ, അല്ലെങ്കിൽ കെ കണ്ടെയ്ൻഡ് ഇൻ എച്ച് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? വൺ സബ് ഗ്രൂപ്പ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ അതർ എന്നാണ്. ഒന്നുകിൽ എച്ച് കണ്ടെയ്ൻഡ് ഇൻ കെ, അല്ലെങ്കിൽ കെ കണ്ടെയ്ൻഡ് ഇൻ എച്ച് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യും. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചവരാണ്. എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ കെ, അല്ലെങ്കിൽ കെ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യും എച്ച് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ കെ ആൻഡ് K is not contained in H. അങ്ങനെ assume H is not contained in K. Assume H is not contained in K and K is not contained in H. And K is not contained in H. H is not contained in K and K is not contained in H. എന്ന് വെച്ചാൽ H ഇത് Hനകത്ത് കെയും ഇല്ല അല്ലേ? ഇത് Hനകത്ത് കെയോ കെയ്ക്കുള്ളിൽ എച്ചോ, ഇത് രണ്ടും വരില്ല എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും വരില്ല എന്ന് വെച്ചാൽ എങ്ങനെ വരാം? എന്ന് വെച്ചാൽ ഈ ഫിഗർ പോലെയൊക്കെ വരാം, ഇങ്ങനെ വരാം. വേണമെങ്കിൽ ഇവിടെ ഇന്റർസെക്ഷൻ എം ജി ആയിട്ടും വരാം. സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇന്റർസെക്ഷൻ ഒരിക്കലും എം ജി ആവില്ല. കാരണം എന്താണ്? രണ്ട് സബ് ഗ്രൂപ്പുകളുടെ ഇന്റർസെക്ഷൻ ഒരിക്കലും എം ജി ആവില്ല. കാരണം പറ, നിമ്മിയ പറ, രണ്ട് സബ് ഗ്രൂപ്പുകളുടെ ഇന്റർസെക്ഷൻ എം ജി ആവാത്തതിന് കാരണം എന്താ? രണ്ട് സബ് ഗ്രൂപ്പുകളുടെ ഇന്റർസെക്ഷൻ ഒരിക്കലും എം ജി ആവില്ല. എന്താണ് റീസൺ? ഞാൻ ഇന്നലെ പറഞ്ഞു. ആരും ഇല്ലേ ഗ്രൂപ്പ് ക്ലാസ്സിൽ? രണ്ട് സബ് ഗ്രൂപ്പുകളുടെ ഇന്റർസെക്ഷൻ എം ജി ആവില്ല. എന്താണ് റീസൺ? ഇത് എച്ച്, ഇതൊരു സബ് ഗ്രൂപ്പാണ്, ഇത് വേറൊരു സബ് ഗ്രൂപ്പാണ്. ഉറപ്പായിട്ട് അവയുടെ ഇന്റർസെക്ഷനിൽ മിനിമം ഐഡന്റിറ്റി എങ്കിലും ഉണ്ടാവും അല്ലേ? കാരണം സബ് ഗ്രൂപ്പിനകത്ത് ഐഡന്റിറ്റി വേണ്ടേ? ഏത്
ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റി എലമെന്റ് ആ സബ് ഗ്രൂപ്പിനകത്ത് വരണം. അപ്പോൾ ഉറപ്പായിട്ട് ഐഡന്റിറ്റി എലമെന്റ് 2 സബ് ഗ്രൂപ്പിൽ ഉണ്ടാവും. അതുകൊണ്ട് ഏത് 2 സബ് ഗ്രൂപ്പിൽ, ലോകത്തുള്ള ഏത് 2 സബ് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിനെ എടുത്താലും, ഏത് ഗ്രൂപ്പിൽ നിന്നും 2 സബ് ഗ്രൂപ്പുകൾ എടുത്താൽ ഉറപ്പായിട്ട് ആ 2 സബ് ഗ്രൂപ്പുകളിലും ആരുണ്ടാവും? ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവും. അതുകൊണ്ട് അവയുടെ ഇന്റർസെക്ഷനിലും ആരുണ്ടാവും? ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവും. അതുകൊണ്ട് 2 സബ് ഗ്രൂപ്പുകളുടെ ഇന്റർസെക്ഷൻ ഒരിക്കലും എംപ്റ്റി വരത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ സബ് ഗ്രൂപ്പിന്റെ ഫിഗർ വരച്ചാൽ ഇങ്ങനെ വരില്ല. എച്ച് ഇങ്ങനെ, കെ ഇങ്ങനെ, അവർ തമ്മിൽ പിണങ്ങി നിൽക്കൂല. എന്താണ്? അവയുടെ ഇന്റർസെക്ഷനിൽ മിനിമം ഒരാളെങ്കിലും ഉണ്ടാവും. ആ ആള് മിനിമം ഇ ആവും. പിന്നെ ഇയേക്കാൾ കൂടുതൽ ആൾക്കാർ ഉണ്ടാവാം. ഈ മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരും ഉണ്ടാവാം. ഈ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ പറയാം എന്താണ് സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. ഈ മാത്രമേ ഉള്ളൂ എങ്കിലേ സിംഗിൾട്ടൺ ഈ സബ് ഗ്രൂപ്പ് അല്ലേ? ഏത് ഗ്രൂപ്പിന്റെ 2 സബ് ഗ്രൂപ്പുകൾ നമ്മൾ കണ്ണടച്ച് പറയുമല്ലോ. ജി എന്ന ഏത് ഗ്രൂപ്പ് എടുത്താലും അതിന്റെ 2 സബ് ഗ്രൂപ്പുകൾ നമ്മൾ പെട്ടെന്ന് പറയും. ഏതൊക്കെ? സിംഗിൾട്ടൺ ഐഡന്റിറ്റി എലമെന്റും ജി എന്ന ജി ഇറ്റ്സെൽഫും അല്ലേ? സിംഗിൾട്ടൺ ഐഡന്റിറ്റി നമ്മൾ വിളിക്കുന്ന പേരെന്താ? ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്നല്ലേ. ജി ഇറ്റ്സെൽഫിനെ വിളിക്കുന്ന പേരെന്താ? ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഏത് ഗ്രൂപ്പ് ജി എടുത്താലും അവയുടെ 2 സബ് ഗ്രൂപ്പുകൾ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും. ഏതൊക്കെ? സിംഗിൾട്ടൺ ഐഡന്റിറ്റി അതിന്റെ സബ് ഗ്രൂപ്പാണ് എപ്പോഴും. ജി ഇറ്റ്സെൽഫും അതിന്റെ സബ് ഗ്രൂപ്പാണ് അല്ലേ? സിംഗിൾട്ടൺ ഐഡന്റിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രിവിയൽ സബ് ഗ്രൂപ്പ്. ജി ഇറ്റ്സെൽഫിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഓക്കെ, ഞാൻ പറഞ്ഞ് പഴയതിലോട്ടൊക്കെ പോവാണ്. എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഈ ആൾക്കാർക്ക് വളരെ കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർ ഞാൻ ഈ അയക്കുന്ന വീഡിയോ വീണ്ടും കേൾക്കണേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ഒരിക്കലും ഹെച്ചും കെയും 2 സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അവയുടെ ഫിഗർ നിങ്ങൾ വരച്ചാൽ ഒരിക്കലും ഇങ്ങനെ അവർ പിണങ്ങി നിൽക്കില്ല. ഇതിനിടയിൽ ഇവയ്ക്കിടയിൽ ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവ രണ്ടും സബ് ഗ്രൂപ്പ് ആയത് കാരണം 2ലും ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവും. അതുകൊണ്ട് അവയുടെ ഇന്റർസെക്ഷൻ ഒരിക്കലും എംപ്റ്റി ആവത്തില്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാൻ പറ്റത്തില്ല. സബ് ഗ്രൂപ്പിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇത് വരയ്ക്കാൻ പറ്റത്തില്ല. മിനിമം ഇങ്ങനെയെങ്കിലും ആവണം. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. അടുത്ത് ഇങ്ങനെ വരാം. എച്ച് ഇങ്ങനെ വരാം, കെ ഇങ്ങനെ വരാം. ഇനി അവയുടെ യൂണിയൻ സബ് ഗ്രൂപ്പ് ആവുമെങ്കിൽ ഈ രണ്ടാമത്തെ ഈ കേസിൽ ഇങ്ങനെ മാത്രമേ വരുവുള്ളൂ എന്ന് ഈ തിയറം പറയണം. ആ തിയറം കഴിഞ്ഞിട്ട് ഞാനത് പറയാം. നോക്കിയേ, assume H is not contained in K and K is not contained in H. അതുകൊണ്ട് ഫിഗർ ഉറപ്പായിട്ടും H ഇങ്ങനെയും മിനിമം ഇങ്ങനെയെങ്കിലും തന്നെ വരുള്ളൂ. H യൂണിയൻ K സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒന്ന് അതിനകത്ത് വരുമെന്നാണ് നമ്മളടുത്ത് പ്രൂവ് ചെയ്യാൻ പോണേ. H യൂണിയൻ K സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരെണ്ണം മറ്റതിനകത്ത് വരുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പൊ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് അസ്യൂം ചെയ്തു? H യൂണിയൻ K സബ് ഗ്രൂപ്പ് എന്ന് അസ്യൂം ചെയ്തു. അത് നമ്മുടെ ഇവിടുത്തെ അസംഷൻ ആണ് അല്ലേ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ അതർ എന്ന് വെച്ചാൽ H ഈസ് കണ്ടെയ്ൻഡ് ഇൻ K ഓർ K ഈസ് കണ്ടെയ്ൻഡ് ഇൻ H എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മുടെ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പ്രൂഫിന് വേണ്ടിയിട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അസ്യൂം H ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ K ആൻഡ് K ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ H എന്ന് അസ്യൂം ചെയ്യും. അപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനെ വരും. നോക്കണേ, കെക്കകത്ത് H ഇല്ല, Hനകത്ത് K ഇല്ല, അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ 2 എലമെന്റ്സ് എയും ബിയും എടുത്താൽ എനിക്ക് ഇവിടെ നിന്നൊരു എയും ഇവിടെ നിന്നൊരു ബിയും എടുക്കാമല്ലോ. എന്ന് വെച്ചാൽ എവിടെ ഉണ്ടാവൂല? ഇന്റർസെക്ഷനിൽ ഇല്ലാത്ത Hലുണ്ട്, Kയിലില്ല അല്ലേ? ബി എവിടെയുണ്ട്? Kയിലുണ്ട്, Hലില്ല. അങ്ങനെ എടുക്കാം. then there exist
then there exist two elements A and B, two elements A and B, then there exist elements small a and small b such that a h ലുണ്ട് എവിടെ ഇല്ല a element of h ആണ് പക്ഷെ എവിടെ ഇല്ല a k യിലില്ല and a not in k a h ലുണ്ട് a k യിലില്ല അടുത്ത് b എവിടെയുണ്ട് b k യിലുണ്ട് b എവിടെ ഇല്ല ഇത് കാണുമ്പോൾ ക്ലിയർ അല്ലേ b k യിലുണ്ട് b h ലില്ല ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ആയിട്ട് എടുക്കും ഇനി എയും ബി എവിടെയുണ്ട് ക്ലിയർലി എയും ബിയും എവിടെയുണ്ട് എച്ച് യൂണിയൻ കെയിലുണ്ട് ശരിയല്ലേ എച്ച് യൂണിയൻ കെയിൽ ഇത് മൊത്തം വരില്ലേ എടാ എച്ച് യൂണിയൻ കെയിൽ ഇത് മൊത്തം ഇവിടെയുള്ള ആൾക്കാരും വരും ഇവിടെയുള്ള ആൾക്കാരും വരും അപ്പോൾ എച്ച് യൂണിയൻ കെയിൽ ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും വരും അപ്പോൾ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും എച്ച് യൂണിയൻ കെയിൽ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും എടാ നമ്മളിവിടെ എന്താ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക് ഫസ്റ്റ് അസ്യൂം എന്താ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ എന്താ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് എന്നല്ലേ അങ്ങനെയാണെങ്കിൽ എയും ബിയും എച്ച് യൂണിയൻ കെയിൽ ഉണ്ടെങ്കിലോ നമ്മുടെ തിയറം നമ്പർ 1.5 വെച്ച് എന്ത് പറയാം എയും ബിയും അല്ലെങ്കിൽ വേണ്ട എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് അല്ലേ എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എയും ബിയും എച്ച് യൂണിയൻ കെയിൽ ഉണ്ടെങ്കിൽ എ ബിയും എച്ച് യൂണിയൻ കെയിൽ ഉണ്ടാവുമോ കാരണം ബൈനറി ആവണമല്ലോ അവിടെ ഓപ്പറേഷൻ എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് അല്ലേ എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് ആകുമ്പോൾ എച്ച് യൂണിയൻ കെ ഇറ്റ് സെൽഫ് എ ഗ്രൂപ്പ് ആവണ്ടേ എച്ച് യൂണിയൻ കെ ഇറ്റ് സെൽഫ് എ ഗ്രൂപ്പ് ആകുമ്പോൾ അവിടെ ഓപ്പറേഷൻ ബൈനറി ആവണ്ടേ ഇപ്പൊ രണ്ട് എലമെന്റ്സ് എയും ബിയും എച്ച് യൂണിയൻ കെയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവയെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എനെയും ബിനെയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എ ബി എച്ച് യൂണിയൻ കെയിൽ ഉണ്ടാവണമല്ലോ അപ്പോൾ എയും ബിയും എച്ച് യൂണിയൻ കെയിൽ ഉള്ളതുകൊണ്ട് which implies A into B element of H union K കാരണം നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് since H union K is the subgroup എന്ന് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് since H union K is the subgroup of G എന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ് H union K is the subgroup of G H union K subgroup അല്ലേ എ ബി എലമെന്റ് ഓഫ് H union K എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ which implies എ ബി എച്ച് യൂണിയൻ കെയിലുണ്ടെങ്കിലേ ഒരു സെറ്റിൽ ഒരു എലമെന്റ് ഇത് നോക്കണേ ഇതൊരു സെറ്റാണ് 1 2 3 4 ഇത് വേറൊരു സെറ്റാണ് ഇവിടെ ഒരു 6 ഉണ്ട് ഇവിടെ 7 8 9 10 നോക്കിയേ ഈ എ ബി എന്ന എലമെന്റ് എച്ച് യൂണിയൻ കെയിലുണ്ട് ഇപ്പോൾ 1 എന്ന എലമെന്റ് എച്ച് യൂണിയൻ കെയിലുണ്ട് 1 എന്ന എലമെന്റ് എച്ച് യൂണിയൻ കെയിലുണ്ടെങ്കിൽ ആക്ച്വലി 1 എവിടെയുണ്ട് എച്ച് യൂണിയൻ കെയിലുണ്ടെന്ന് വെച്ചാൽ എച്ചിലുണ്ടെന്നാണ് അല്ലേ ഇവിടെ 7 എന്ന എലമെന്റ് എവിടെയുണ്ട് കെയിലുണ്ട് എന്ന് വെച്ചാൽ 7 എന്നെവിടെയുണ്ട് എച്ച് യൂണിയൻ കെയിലുണ്ട് അപ്പോൾ എവിടെയെങ്കിലും അപ്പോൾ 1 എച്ച് യൂണിയൻ കെയിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം 1 എലമെന്റ് ഓഫ് എച്ച് എന്ന് പറയാം അതേപോലെ 7 എച്ച് യൂണിയൻ കെയിൽ ഉണ്ടെങ്കിൽ 7 എലമെന്റ് ഓഫ് എച്ച് എന്ന് പറയാം അപ്പോൾ ജനറലായിട്ട് ഒരു എലമെന്റ് ജനറലായിട്ട് എക്സ് എന്ന എലമെന്റ് എച്ച് യൂണിയൻ കെയിൽ ഉണ്ടെങ്കിൽ എക്സ് ഒന്നുകിൽ എച്ചിൽ ഉണ്ടാവും അതാണ് യൂണിയന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സ് എവിടെ കാണും കെയിൽ ഉണ്ടാവും അല്ലെ ഒന്നുകിൽ എച്ചിൽ ഉണ്ടാവും അല്ലെങ്കിൽ കെയിൽ ഉണ്ടാവും അപ്പോൾ എ ബി എച്ച് യൂണിയൻ കെയിൽ ഉണ്ടെങ്കിൽ എ ബി എവിടെ ഉണ്ടാവും ഒന്നുകിൽ എ ബി എച്ചിൽ ഉണ്ടാവും
അല്ലെങ്കിൽ എ ബി എവിടെ ഉണ്ടാവും? ഒന്നുകിൽ എ ബി എലമെന്റ് ഓഫ് എച്ച് ഓർ എ ബി എലമെന്റ് ഓഫ് കെ. അല്ലെ, ഒന്നുകിൽ എച്ചിലുണ്ടാവും അല്ലെങ്കിൽ കെയിലുണ്ടാവും. ഞാനിവിടെ രണ്ട് കേസുകളായിട്ട് എടുക്കുകയാണ്. കേസ് 1, ഇഫ് എ ബി എലമെന്റ് ഓഫ് എച്ച്, എ ബി എച്ചിലുണ്ടെങ്കിലോ? എ എവിടത്തെ എലമെന്റാ? നമ്മൾ എ എവിടത്തെ എലമെന്റ് അടുത്തേക്ക് നോക്കിയേ, പ്രീവിയസ് പേജ് നോക്കിയേ, എ എവിടത്തെ എലമെന്റാ? ഏതല്ലേ? എ എച്ചിലെ എലമെന്റ് അല്ലേ? സിൻസ് എ എച്ചിലെ എലമെന്റ് ആണ്, എ എച്ചിലെ എലമെന്റ് ആണ്, എച്ച് സബ് ഗ്രൂപ്പ് ആയത് കാരണം എ ഇൻവേഴ്സും എച്ചിലുണ്ടാവുമല്ലോ അല്ലെ? സിൻസ് എച്ച് സബ് ഗ്രൂപ്പ്, എച്ച് സബ് ഗ്രൂപ്പ് ഒന്നും നമ്മളിവിടെ എടുത്തിട്ടുള്ള എ ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോ therefore എ ഇൻവേഴ്സ്, എ ബിയും എച്ച്, ശ്രദ്ധിക്കണം, എ ബിയും എച്ചിലുണ്ട്, എ ഇൻവേഴ്സും എച്ചിലുണ്ട്. അപ്പൊ രണ്ട് എലമെന്റ്സ് എച്ചിലുണ്ടെങ്കിൽ വീണ്ടും എച്ച് സബ് ഗ്രൂപ്പ് ആയത് കാരണം ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ എ ഇൻവേഴ്സ് ഇൻറ്റു എ ബിയും എവിടെയുണ്ട്? എച്ചിലുണ്ട്. അപ്പൊ എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി എന്താ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ബി എലമെന്റ് ഓഫ് എച്ച്. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇ അല്ലേ? ഇ ഇൻറ്റു ബി എലമെന്റ് ഓഫ് എച്ച്. ഇ ഇൻറ്റു ബി എന്താ? ബി ആണ്. അപ്പൊ ബി എവിടെയുണ്ട്? എച്ചിലുണ്ട്. നമ്മൾ എന്താ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? പ്രീവിയസ് പേജ് നോക്കിയേ, നമ്മൾ എന്താ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? എ എച്ചിലുണ്ട് അല്ലെ? എ എച്ചിലുണ്ട്, എ കെയിലില്ല. ബി കെയിലുണ്ട്, ബി എവിടെ ഇല്ല? എച്ചിലില്ല. അപ്പൊ ബി എച്ചിലില്ല എന്നാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? ബി എച്ചിലുണ്ടെന്ന് കിട്ടി. അത് കോൺട്രഡിക്ഷൻ അല്ലേ? അത് കോൺട്രഡിക്ഷൻ അല്ലേ? ഈ ഇക്വേഷൻ കോൺട്രഡിക്ഷൻ അല്ലേ? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ, which is a contradiction, is a contradiction of equation 2. അടുത്ത് നമ്മൾ എവിടുന്ന് തുടങ്ങിയേ? ഇവിടെ തുടങ്ങി. എ ബി എച്ചിലുണ്ട് അല്ലെങ്കിൽ എ ബി കെയിലുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി. അല്ല, എ ബി എച്ചിലുണ്ടെന്ന് എടുത്തപ്പോൾ ബി എച്ചിലുണ്ടെന്ന് കിട്ടി. അപ്പൊ അത് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത് തന്നെ കോൺട്രഡിക്റ്റ് ചെയ്തു. അടുത്ത് ഞാൻ എ ബി കെയിലുണ്ടെന്ന് എടുത്താലോ? ഇതുപോലെ ചെയ്യാം. കേസ് 2, ഇഫ്, അടുത്ത കണ്ടീഷൻ, ഇഫ് എ ബി എലമെന്റ് ഓഫ് കെ ആണെങ്കിലോ? ഇതേപോലെ എന്ത് പറയാം? ഇവിടെ എ എലമെന്റ് ഓഫ് എച്ച്, സിൻസ് ബി എലമെന്റ് ഓഫ് കെ അല്ലേ? സിൻസ് ബി എലമെന്റ് ഓഫ് കെ ഇംപ്ലൈസ് ബി കെയിൽ ഉണ്ടെങ്കിൽ ബി ഇൻവേഴ്സും കെയിൽ ഉണ്ടാവുമല്ലോ, കാരണം കെ സബ് ഗ്രൂപ്പ് ആണ്. സിൻസ് കെ ഈസ് സബ് ഗ്രൂപ്പ്. അപ്പോ നോക്കിയേ, എ ബി എച്ചിലുണ്ട്, അല്ലെ, എ ബി കെയിലുണ്ട്, ബി ഇൻവേഴ്സ് കെയിലുണ്ട്, കെ സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ രണ്ട് എലമെന്റ്സ് കെയിൽ ഉണ്ടെങ്കിൽ കെ സബ് ഗ്രൂപ്പ് ആയത് കാരണം അവയെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും കെയിൽ ഉണ്ടാവണം. അപ്പൊ എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് കെയിൽ ഉണ്ടാവണം. എ ബി ഇൻറ്റു AB into B inverse, which implies AB into B inverse element of K. കാരണം K സബ് ഗ്രൂപ്പ് അല്ലേ? രണ്ട് എലമെന്റ്സ് സബ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവയുടെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സബ് ഗ്രൂപ്പിൽ ഉണ്ടാവണമല്ലോ. അപ്പോ A into B, B inverse element of K, which implies A into E element of K. A into E എന്താണ്? A ആണ്, A element of K. പക്ഷേ നമ്മൾ എന്താ തൊട്ട് മുന്നേയുള്ള ആദ്യം ഇക്വേഷൻ നമ്പർ 1 പറയണ നോക്ക്, എ ഇവിടെ ഇല്ല. ഇതിവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, എ കെയിൽ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ കെയിൽ ഉണ്ടെന്ന് കിട്ടി. അതും കോൺട്രഡിക്ഷൻ ആണ്, which is a contradiction to equation 1. It is a contradiction by equation 1 എന്ന് പറഞ്ഞത്. It is a contradiction by equation 1. നേരത്തെ എങ്ങനെയാണ്? It is a contradiction by equation 2. അപ്പോൾ രണ്ട് കേസിലും കോൺട്രഡിക്ഷൻ കിട്ടിയല്ലോ.
ഏതൊക്കെ കേസിലാ കോൺട്രഡിക്ഷൻ കിട്ടിയത്? എ ബി ഹെച്ചിലുണ്ടെന്നെടുത്തപ്പോഴും കോൺട്രഡിക്ഷൻ കിട്ടി, എ ബി കെയിലുണ്ടെന്നെടുത്തപ്പോഴും നമ്മുടെ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്തു. അപ്പോ എ ബി ഹെച്ചിലോ എ ബി കെയിലോ ഉണ്ടാവില്ല എന്നുള്ളതല്ലേ ഇതൊന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ എ ബി ഹെച്ച് ഇല്ല, എ ബി ഹെച്ചിലുണ്ട് എ ബി കെയിലുണ്ട് എന്ന് വരാൻ കാരണക്കാരൻ ആരാണ്? ഈ സെന്റൻസ് ആണ്. അസ്യൂം ഹെച്ച് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ കെ ആൻഡ് കെ ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എച്ച് എന്നായതുകൊണ്ടാണ് എന്ത് വന്നേ ഈ രണ്ട് കണ്ടീഷൻ വന്നേ. നമ്മളിവിടെ തുടങ്ങിയത് അങ്ങനെയല്ലേ, എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് എന്ന് തുടങ്ങിയിട്ട് എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് എന്ന് തുടങ്ങി എന്ന് അസ്യൂം ചെയ്തു. എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് എന്ന് അസ്യൂം ചെയ്തപ്പോൾ അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഒന്നുകിൽ ഹെച്ച് കെക്കകത്തുണ്ട് അല്ലെങ്കിൽ കെ ഹെച്ചിനകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. കെ ഹെച്ചിനകത്തുണ്ടെന്നോ അല്ലെങ്കിൽ ഹെച്ച് കെക്കകത്തുണ്ടെന്നോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വീണ്ടും അസ്യൂം ചെയ്തു? എച്ച് കെക്കകത്തില്ല, കെ ഹെച്ചിനകത്തും ഇല്ല എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ ഇല്ല എന്ന് അസ്യൂം ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ രണ്ട് ഫിഗർ വരയ്ക്കാൻ പറ്റി. കെയിലില്ലാത്ത എയും അല്ലെ, കെയിലില്ലാത്ത എ എവിടെയുണ്ട്? ഹെച്ചിലുണ്ട്. അടുത്ത് ഹെച്ചിലില്ലാത്ത ബി എന്ന എലമെന്റ് കെയിലുണ്ട്. അങ്ങനെ എടുത്തു, അങ്ങനെ രണ്ട് ഇക്വേഷൻ എടുത്തു. അങ്ങനെ ഇക്വേഷൻ എടുത്തപ്പോൾ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നില്ലേ? എന്ന് വെച്ചാൽ ഈ അസംഷൻ തെറ്റാണ്. ഏത് അസംഷൻ തെറ്റാണ്? hence our assumption that h is not contained in k and k is not contained in h എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. hence our assumption that h is not contained in k, h is not contained in k and k is not contained in h and k is not contained in h, not contained in h is false. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് വെച്ചാൽ therefore എന്തായിരിക്കും? therefore ഒന്നുകിൽ h contained in k ആയിരിക്കും അല്ലെങ്കിൽ k contained in h ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് തെറ്റെന്ന് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് അത് തെറ്റാണെന്ന് അസ്യൂം ചെയ്യും, എന്നിട്ടൊരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരും. അതായത് ഒരു തെറ്റായ നിഗമനത്തിൽ എത്തിച്ചേരും. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റായത് കാരണമാണ് അങ്ങനെ വന്നത് അല്ലേ? ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് തെറ്റായിട്ട് വഴി കൂടി യാത്ര തുടങ്ങിയപ്പോൾ തെറ്റായിട്ട് സ്ഥലത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ആ വഴി ശരിയല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കണം. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. നമ്മൾ കാര്യമായിട്ട് ഫസ്റ്റ് സെമ്മിൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് പഠിച്ചവരാണ്. അടുത്ത് കോൺവേഴ്സിലി ഇനി ഒരു പാർട്ടിലേ ആയിട്ടുള്ളൂ അല്ലേ? ഫസ്റ്റ് പാർട്ടിലേ ആയിട്ടുള്ളൂ. എന്ത് അസ്യൂം ചെയ്തു? എച്ച് യൂണിയൻ കെ സബ് ഗ്രൂപ്പ് എന്ന് അസ്യൂം ചെയ്തിട്ട് ഒന്നുകിൽ ഹെച്ച് കെക്കകത്ത് കാണും അല്ലെങ്കിൽ കെ ഹെച്ചിനകത്ത് കാണും എന്ന് പ്രൂവ് ചെയ്യും. ഇനി കോൺവേഴ്സിലി എന്ത് അസ്യൂം ചെയ്യണം? കോൺവേഴ്സിലി അസ്യൂം h subset of k or k subset of h. ഇതിനിപ്പോൾ എളുപ്പമല്ലേ? h subset of k നമ്മൾ ആദ്യമേ പറഞ്ഞു, ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ്. h subset of k ആണെങ്കിൽ h ഇതും k ഇതുമായിരിക്കും, അല്ലെങ്കിൽ k അകത്തും h പുറത്തുമായിരിക്കും. ഏതെങ്കിലും ഒന്നില്ലേ വരുള്ളൂ, രണ്ടും ഒരേ സമയം വരില്ലല്ലോ. അപ്പോൾ ക്ലിയർലി then h യൂണിയൻ k എന്തായിരിക്കും? ആദ്യത്തെ കേസിലാണെങ്കിൽ h യൂണിയൻ k is equal to k ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫിഗർ വെച്ചിട്ട് എന്ത് പറയാം? h യൂണിയൻ k is equal to h ആയിരിക്കും. അപ്പോൾ k സബ് ഗ്രൂപ്പ് ആയത് കാരണം ഇവിടുത്തെ h യൂണിയൻ k സബ് ഗ്രൂപ്പ് ആണ്, ഇവിടെ h സബ് ഗ്രൂപ്പ് ആയത് കാരണം h യൂണിയൻ k സബ് ഗ്രൂപ്പ് ആണ്.
both cases, then H union K is a subgroup of G. ശരിയല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഇസഡിന് രണ്ട് സബ് ഗ്രൂപ്പ് ആണല്ലോ. വി ഹാവ് ഇസഡിന് രണ്ട് സബ് ഗ്രൂപ്പ് ആണ് 2Z and 4Z are two subgroups of Z. അല്ലേ? 2 subgroups of Z അല്ലേ? അപ്പോ that is 2Z ആരാ? 2Z ആരാ? etc. -4, -2, 0, 2, 4 ഇങ്ങനെ പോകുന്നതല്ലേ 2Z. 4Z ആരാ? etc. -8, -4, 0, 4, 8 ഇങ്ങനെ പോകുന്നതല്ലേ. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 2Z യൂണിയൻ 3Z എന്താ? യൂണിയൻ 4Z എന്താ? ഇവിടെ നോക്കിയേ, യൂണിയൻ എടുക്കുമ്പോൾ എന്തോരും -12 വരും അല്ലെ, -8 വരും, -4 വരും, 0 വരും, 4 വരും, 8 വരും, ഇങ്ങനല്ലേ പോണേ. അതെന്താണ്? 4Z തന്നെയാണ് അല്ലേ? കാരണം എന്താ? 4Z is, റീസൺ ഇതാണ്, 4Z is contained in 2Z അല്ലെ. 4Z is 4Z. ഓ 12നും ശരിയാ ശരിയാ. യൂണിയൻ എടുക്കുമ്പോൾ, യൂണിയൻ ആണല്ലോ ഇന്റർസെക്ഷൻ അല്ല, സോറി. യൂണിയൻ എടുക്കുമ്പോൾ എക്സെട്ര യൂണിയൻ എടുക്കുമ്പോൾ -8, -6, -4, -2, 0, 2, 4, 6 എക്സെട്ര എല്ലാം വരും അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2Z വരും. അപ്പോൾ 4Z 2Zനകത്തുള്ളത് കൊണ്ടാണ് അല്ലേ. 4Z 2Zനകത്തുള്ളത് കൊണ്ട് അവ തമ്മിലുള്ള യൂണിയൻ എടുക്കുമ്പോൾ എന്തേ വരുള്ളൂ? 2Z വരുള്ളൂ. അപ്പോൾ സബ് ഗ്രൂപ്പാണ്. 2Z സബ് ഗ്രൂപ്പ് അല്ലേ. ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Z. ഇപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ ഒരാള് ഒരു സബ് ഗ്രൂപ്പ് മറ്റേ, ഈ ഫിഗർ നോക്കി വെച്ചാൽ ഈ ഒരു സബ് ഗ്രൂപ്പ് മറ്റേ സബ് ഗ്രൂപ്പിനകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവയുടെ യൂണിയൻ എടുക്കുമ്പോൾ വലിയ സബ് ഗ്രൂപ്പ് വരും. അപ്പോൾ വലിയ സബ് ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ അവയുടെ യൂണിയൻ സബ് ഗ്രൂപ്പ് ആവും.